നമസ്കാരം. വേടനെ അഴിക്കുള്ളിലാക്കാൻ ശ്രമിച്ചത് വംശീയതയോ ഉന്നത കുലജാതരോ? വേടന് വേണ്ടി കണ്ണീർ പൊഴിക്കുന്ന കുറേ ആധുനിക സഖാക്കളെ ഇപ്പോൾ കണ്ടു. കഴിഞ്ഞ 4 ദിവസമായി ആ റാപ്പർ വേടൻ പോലീസിൻ്റെയും വനം വകുപ്പിൻ്റെയും ഒക്കെ ചോദ്യശരങ്ങളിൽ പുളഞ്ഞപ്പോൾ ഈ പറഞ്ഞ ആരെയും ഞാൻ കണ്ടില്ല ഒരിടത്തും. വനം മന്ത്രി AK ശശീന്ദ്രനും രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസും പിന്നെ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള പ്രേംകുമാറുമൊക്കെ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നു. നല്ലത്, ഇപ്പോഴെങ്കിലും പ്രതികരിച്ചല്ലോ ഇവർ. എന്തുകൊണ്ട് 6 ഗ്രാം കഞ്ചാവുമായി വേടനെന്ന ഹിരൺദാസ് മുരളിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഒരാളും പ്രതികരിച്ചു കണ്ടില്ല? കമ്മ്യൂണിസ്റ്റുകൾക്ക് അണ്ണാക്കിൽ എന്ത് തിരികിയിരുന്നു? വേടൻ്റെ ലഹരി ഉപയോഗത്തെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, പക്ഷേ ഒരു തുല്യനീതി നടപ്പാക്കണമെന്ന് ഞങ്ങൾ പറയുന്നു. ലഹരി ഉപയോഗത്തെ നിയമത്തിൻ്റെ വഴിക്ക് ഞങ്ങൾ വിടുന്നു. എന്നാൽ ഇന്ന് പ്രതികരിക്കുന്നവർക്ക് അന്നൊരു വാക്ക് പറയാമായിരുന്നില്ലേ? തുല്യനീതി നടപ്പിലാക്കണമെന്ന്. പക്ഷെ അതുണ്ടായില്ല. എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇത്രയേറെ വംശീയ ചേരിതിരിവ് ഉണ്ടാകുന്നു? ജാതീയമായി വേർതിരിവുണ്ടാകുന്നു? ഒരു പരിഷ്കൃത സമൂഹത്തിന് ഇത് ചേർന്നതാണ്. റാപ്പർ വേടനെതിരെ കേസെടുത്ത വനം വകുപ്പ് നടപടിക്കെതിരെ ശക്തമായ വിമർശനമാണ് CPM സംസ്ഥാന സെക്രട്ടറി അടക്കം കഴിഞ്ഞ ദിവസം ഉയർത്തിയത്. പുലിയുടെ പല്ലുമായി ബന്ധപ്പെട്ട വലിയ കേസ് ആവശ്യമുണ്ടോ എന്ന് ആലോചിക്കണമെന്നും വേടനെതിരെ എടുത്ത കടുത്ത നടപടികൾ ശരിയായില്ല എന്നും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളെന്ന് പറയപ്പെടുന്നത്. നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ, എന്നാൽ ചില ഉദ്യോഗസ്ഥർ അമിത താല്പര്യമെടുത്ത് ആഘോഷമാക്കുന്ന രീതി ഒരു തരത്തിലും അഭികാമ്യമല്ലെന്ന് പറഞ്ഞാണ് വേടനെ പിന്തുണച്ച് ജോൺ ബ്രിട്ടാസ് MP രംഗത്തെത്തിയത്. വേടൻ്റെ കഴുത്തിൽ പുലിപ്പല്ല് കണ്ടെത്തിയത് മഹാസംഭവമെന്ന നിലയ്ക്കാണ് പ്രചരിപ്പിക്കപ്പെട്ടത് എന്നും ആറ്റം ബോംബൊന്നുമല്ലല്ലോ എന്നുമൊക്കെ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ജോൺ ബ്രിട്ടാസാണ്. പക്ഷേ അതെന്തുകൊണ്ട് മുന്നേ പ്രതികരിച്ചില്ല? ഇതിനേക്കാൾ അസ്വസ്ഥനാക്കിയത് വേടൻ്റെ അമ്മ ശ്രീലങ്കൻ വംശജ. ആ കണക്ഷൻ ഈ കേസിലുണ്ടെന്ന് വനം വകുപ്പ് പറഞ്ഞത് ശുദ്ധ തെമ്മാടിത്തരവും അസംബന്ധവുമല്ലേ? സത്യത്തിൽ കേരളം പച്ചയ്ക്ക് ജാതി ചോദിക്കുകയാണ്. ആരാണ് ഉന്നത കുലജാതർ? ആരാണ് താഴ്ന്ന ജാതിക്കാർ? പണിക്കർ, നായർ, വർമ്മ, മേനോൻ കൂടാതെ പിള്ളമാർക്ക് വരെ പേരിൽ ജാതിയാകാമോ? പറയനും പുലയനും വേടനും കുറവനും ജാതി പറയാൻ പാടില്ലേ? ഇതാണ് ജാതിയിൽ മുങ്ങിയ കേരളം എന്ന് പറയുന്നത്. ഇത്രത്തോളം തരംതാണ സംസ്കാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. കൊടികുത്തിയ കമ്മ്യൂണിസ്റ്റുകാർക്കെല്ലാം ജാതിയുടെ പേരിൽ അറിയപ്പെടാനായിരുന്നു ഇഷ്ടമെന്ന് വിപ്ലവകാലത്തെ മനസ്സിലാക്കി തന്നതാണവർ. നമുക്കറിയാം, EMS നമ്പൂതിരിപ്പാടായിരുന്നു അക്കാര്യത്തിൽ മുന്നിൽ നിന്നത്. കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടത്തണമെങ്കിൽ അത് തൊഴിലാളികളിലൂടെ വേണമെന്നാണല്ലോ പ്രമാണം. പഴയകാല കേരളത്തിൻ്റെ അവസ്ഥയിൽ തൊഴിലാളികളെല്ലാം പാണനും പറയനും പുലയനും കുറവനുമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പഠിപ്പും പത്രാസുമൊന്നുമില്ലാത്ത തൊഴിലാളികൾക്ക് കമ്മ്യൂണിസത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുവാനും വേണമായിരുന്നു ചില വിദ്യാസമ്പന്നർ എന്നുള്ളത്. അതായിരുന്നു EMS നമ്പൂതിരിപ്പാട് അടക്കമുള്ള ഉന്നത കുലജാതർ എന്ന് പറയപ്പെടുന്നത്. EMSൻ്റെയും MN ഗോവിന്ദൻ നായരുടെയും AKGയുടെയും വിദ്യാഭ്യാസ യോഗ്യത തന്നെ അവരുടെ ജാതിയുടെ ഗുണം കൊണ്ടായിരുന്നുവെന്നത് ചരിത്രമാണ്. ആ വിദ്യാഭ്യാസമാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പിറവി എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ അപ്പോഴും തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ അമരത്ത് യഥാർത്ഥ തൊഴിലാളി വർഗമായിട്ട് പിന്നോക്കക്കാരിൽ നിന്നും ഒരു നേതാവ് പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. അഥവാ ഉണ്ടായെങ്കിൽ അവൻ ബൗദ്ധിക നിലവാരമില്ലാത്ത കായിക ശക്തിയുള്ളവനായി മാത്രം പരിഗണിക്കപ്പെട്ടു. കായിക ശക്തി ഉന്നത കുലജാതരായിട്ടുള്ള ജന്മിമാരെയും തമ്പ്രാക്കന്മാരെയും അടിച്ചോടിക്കാൻ ഉപകരിച്ചപ്പോൾ ആ കായിക ശക്തി എവിടെ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് ഇതേ ഉന്നത കുലജാതരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യവും വസ്തുതയും. അന്നും ഇന്നും ഉന്നത കുലജാതരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും അവരുടെ കുടുംബങ്ങളും ജാതി എന്ന മതിൽക്കെട്ട് പൊളിച്ചു പുറത്തു വരാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഈ നേതാക്കളുടെയൊക്കെ പേരിൽ പിൻപറ്റി നിൽക്കുന്ന ജാതിയിൽ അഭിമാനിക്കുകയും അവരുടെ കുടുംബങ്ങളിൽ പിറക്കുന്ന തലമുറകളെയും പേരിനൊപ്പം ഇഴപിരിക്കാനാവാത്ത വിധം ജാതിവാൽ കെട്ടിത്തൂക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. നമ്മൾ നോക്കൂ,
കേരളത്തിലെ എത്ര പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ മന്ത്രിമാരുടെ പേരുകളിൽ അവരുടെ ജാതി പാലുണ്ട് എന്ന് നോക്കൂ. കേരളപ്പിറവി മുതൽ 2025 വരെ എടുത്തു നോക്കൂ, പരിശോധിച്ചു നോക്കൂ, എന്താണ് എന്നറിയാൻ കഴിയും. പേരുകൾ മാത്രമായി നിലനിൽക്കുമ്പോൾ മേനോനും നായരും നമ്പൂതിരിയും പിള്ളയും വർമ്മയുമെല്ലാം പേരിനൊപ്പം അഹങ്കരിക്കുകയല്ലേ എന്ന് പറയേണ്ടിയിരിക്കുന്നു. പഴയ കാലത്തെ ജന്മിമാരെയും തമ്പ്രാക്കന്മാരെയും ഇന്നും നമുക്ക് കാണാനാകുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് സുരേഷ് ഗോപിയുടെ വാക്കിലൂടെ പുറന്തള്ളപ്പെട്ടത് എന്നുകൂടി പറയട്ടെ. പട്ടികവർഗ വകുപ്പ് ഭരിക്കാൻ ഒരു ഉന്നത കുലജാതൻ വരണമെന്നതായിരുന്നു ശ്രീ സുരേഷ് ഗോപിയുടെ പ്രതികരണം. നമ്മൾ കേട്ടതാണല്ലോ. നോക്കൂ, ഇവിടെ ആരാണ് കീഴാളൻ, ആരാണ് മേലാളൻ? ആ പറയുന്ന ആളുടെ ജാതി എന്താണ്? പറയുന്നതിൻ്റെ പൊരുൾ എന്താണ്? പിന്നോക്കക്കാരായ ജാതിയിൽപ്പെട്ടവരെ ഉദ്ധരിക്കണമെങ്കിൽ ഉന്നത കുലജാതരിൽപ്പെട്ട മന്ത്രി വരണമെന്നല്ലേ സുരേഷ് ഗോപി ഉദ്ദേശിച്ച ഉന്നത കുലജാതർ ആരാണ് എന്ന് പറയൂ. പട്ടികജാതി പട്ടികവർഗ വിഭാഗം ഒഴികെ മറ്റെല്ലാവരും എന്നല്ലേ നമ്മൾ അതിനകത്ത് പറയേണ്ടി വരുന്നത്. അതിൽ പേരിനൊപ്പം ഇന്നും ജാതി ചേർത്ത് കൊണ്ട് നടക്കുന്നവർ എന്നല്ലേ അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ടത്. അതായത് നവോത്ഥാനവും കഴിഞ്ഞ് കമ്പ്യൂട്ടറും കഴിഞ്ഞ് AI ലോകത്തേക്ക് കടക്കുമ്പോഴും കേരളം പച്ചയ്ക്ക് ജാതി ചോദിക്കുകയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ മന്ത്രിമാരായിരുന്ന K രാധാകൃഷ്ണനും AK ബാലനും AP അനിൽകുമാറും അന്തരിച്ചുപോയ MA കുട്ടപ്പനും ഒന്നും അവരുടെ പേരുകൾക്കൊപ്പം ജാതി പേര് ചേർക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. അവർക്ക് തന്നെ അറിയാം അവരുടെ ജാതിപ്പേര് കേരളം ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല എന്ന്. അതായത് കേരളത്തിൻ്റെ മനസ്സിപ്പോഴും ജന്മിമാരുടെ കയ്യിൽ തന്നെയാണ് എന്ന്. കുടിയാന്മാർ എന്ന നിലയിൽ ആ നിലയിൽ തന്നെയാണ് പിന്നോക്ക വകുപ്പും അതിൻ്റെ മന്ത്രിമാരും മന്ത്രിയുടെ കീഴിൽ വരുന്ന ജനതയും എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതല്ലേ യാഥാർത്ഥ്യം? വേടൻ എന്ന റാപ്പർ പാട്ടുകാരൻ്റെ കേസിലും ഇത് മുഴച്ചു നിൽക്കുന്നുണ്ട്. ഉയർന്നു വരുന്നത് അതുതന്നെയാണ്. മറ്റുള്ളവരെക്കാൾ എത്രയോ വലുതായിട്ടാണെന്ന് മനസ്സിലാക്കിയാൽ ആ വളർച്ച കേരളത്തിലെ ഉന്നത കുലജാതർക്ക് പിടിക്കില്ല. പാടത്ത് നിൽക്കേണ്ടവൻ, വരമ്പത്ത് കൂലി വാങ്ങേണ്ടവൻ, കുടികിടപ്പവകാശം മാത്രം ചോദിക്കേണ്ടവൻ നാടിനേക്കാൾ വലുതായി വളരുന്നത് എന്തിന് എന്ന ചോദ്യമാണ് ഓരോ ഉന്നത കുലജാതന്മാരുടെയും മനസ്സിൽ ഉയരുന്നത് എന്നുള്ളതാണ്. ജാതീയ ചിന്തയാണ് ഞാൻ ഈ പറഞ്ഞത്. അതോടെയാണ് 5 ഗ്രാം കഞ്ചാവ് കേസ് വിട്ട് നെഞ്ചിൽ കിടന്ന പുലിനിഖത്തിൽ കടിച്ചു തൂങ്ങിയത്. ഉന്നത കുലജാതരായ മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെയും കഴുത്തിലും വീട്ടിലും ഇതിൽ കൂടിയ ഐറ്റമോ ഉണ്ടെങ്കിലും അതൊന്നും നിയമത്തിൻ്റെ മുന്നിൽ വരില്ല എന്നുകൂടി പറയട്ടെ. നിന്നെ നീ പോലും അറിയാതെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ കൊല്ലുക എന്ന നയമാണ് പിന്നോക്കക്കാരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അട്രോസിറ്റി കേസുകളുടെ കാര്യത്തിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാനാകും ഇതിൻ്റെ വൈരുദ്ധ്യം എന്ന് പറയപ്പെടുന്നത്. സിനിമാ മേഖലയിൽ ഇനിയും ഉയർന്നു വരാൻ കഴിയാത്ത എത്രയോ പിന്നോക്ക വിഭാഗത്തിലെ കഴിവുള്ളവരുണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. റാപ്പർ വേർഡിൻ്റെ ജനകീയത മനസ്സിലാക്കിയ സർക്കാർ പോലും പരിപാടികൾ നൽകുന്നുണ്ട് റാപ്പറിന്. എന്നിട്ടും പാട്ടുകാരനായ ഉന്നത കുലജാതൻ MG ശ്രീകുമാറിന് വേടനെക്കുറിച്ച് അറിയില്ല. ആ കലാകാരനെ അറിയില്ല എന്ന് പറഞ്ഞാൽ MG ശ്രീകുമാറിന് വയലാർ രാമവർമ്മയെ പോലെ അല്ലെങ്കിൽ ONV കുറുപ്പിനെ പോലെയുള്ളവരെ മാത്രമേ അറിയൂ എന്ന് മനസ്സിലാക്കേണ്ടി വരും. വേടൻ്റെ പേരിന് പിന്നിൽ ജാതിപാലില്ലാത്തതും അധസ്ഥിതൻ്റെ ജീവിത ബുദ്ധി, ആ ജീവിത ബുദ്ധിമുട്ടുകളെയുമൊക്കെ സാമൂഹിക ഉച്ചനീതിത്വങ്ങളെ അടക്കം പാട്ടിലൂടെ അവതരിപ്പിച്ചതോടെ ഉന്നത കുലജാതർക്ക് ഹാലിളകി. സോഷ്യൽ മീഡിയയിൽ വേടനെതിരെ വാളെടുത്തവരെല്ലാം പേരിനൊപ്പം വാളുള്ളവരോ പേരിലൂടെ ജാതിയെ ഒളിപ്പിച്ചു കടത്തിയവരോ ആണെന്നതും വ്യക്തമായി കഴിഞ്ഞു. നോക്കൂ, നമ്മൾ NSS ആസ്ഥാനത്ത് പോയിട്ട് അവിടുത്തെ നേതാക്കളെ കാണാൻ മാത്രം കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയപ്പെടുന്ന പിണറായി വിജയൻ ഏതെങ്കിലും ജാതീയമായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണോ? SNDP യോഗം സെക്രട്ടറിയുടെ സംഘടനാ ചുമതലയിലുള്ള വാർഷികം ആഘോഷിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ മുഖ്യാതിഥിയായി എത്തിയത് പിണറായി വിജയൻ എന്തിനായിരുന്നു? അതേസമയം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ ഏതെങ്കിലും സംഘടനാ കാര്യാലയത്തിൽ ഈ മുഖ്യമന്ത്രി പോകാറുണ്ടോ? പോയിട്ടുണ്ടോ? അവരുമായിട്ട് കേരള രാഷ്ട്രീയമോ സൗഹൃദ കൂടിക്കാഴ്ചയോ നടത്തിയിട്ടുണ്ടോ? നടത്തുമോ? അതാണ് കേരളത്തിലെ ജാതിക്കോട്ടയുടെ ശക്തി എന്ന് പറയപ്പെടുന്നത്. ഈ ശക്തി തന്നെയാണ് സുരേഷ് ഗോപിയുടെ വായിൽ നിന്നും വാക്കായും പുറത്തേക്ക് വന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി എത്രയൊക്കെ വലുതായാലും കേരളം ജാതി ചോദിച്ചുകൊണ്ട് തന്നെയിരിക്കും. പക്ഷേ ആ ചോദ്യം ഉന്നത കുലജാതരുടെ കൂർമ്മബുദ്ധിയിൽ വിരിയുന്ന മറ്റൊരു തരത്തിലായിരിക്കുമെന്ന് മാത്രം. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്ന് കൂടി പറയട്ടെ. നമുക്കറിയാമല്ലോ, കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ കഴകക്കാരന് അയിത്തം കൽപ്പിച്ചത് മുതൽ
വയനാട്ടിൽ മധുവിനെ തല്ലിക്കൊല്ലുന്നതുവരെ ഇതെല്ലാം ഉന്നത കുലജാതർ ഇപ്പോഴും ജാതി ചോദിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പണിക്കർക്കും നായർക്കും മേനോനും പിള്ളയ്ക്കുമെല്ലാം ഇവിടെ എന്തും ചെയ്യാമെന്നും പിന്നോക്കക്കാരായവർക്ക് ഒന്നും പാടില്ലെന്നും പറയുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഈ കാലത്തിലും നടക്കുന്നത് കൊണ്ടാണ് ഈ പരിഷ്കൃത കേരളത്തിൽ വേടനെ പോലുള്ളവർ വേട്ടയാടപ്പെടുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കേരളത്തിലെ പല ഭാഗങ്ങളിലും കൃഷി അസാധ്യമായിരിക്കുന്ന കാലഘട്ടമാണിത്. കാട്ടുപന്നിയെയും കുരങ്ങനെയും ഒക്കെ ക്ഷുദ്രജീവികളാക്കണമെന്നാണ് കേരള സർക്കാരിൻ്റെ ആവശ്യം പോലും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോഴും അവിടുത്തെ അടുക്കളയിൽ കയറി കറിച്ചട്ടി പൊക്കാൻ വെമ്പുന്ന ചില വനം വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. ഇത്തരത്തിലുള്ള അത്യുത്സാഹമൊന്നും കേരള സമൂഹം അംഗീകരിക്കുന്നില്ല എന്ന് അവർ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇവിടെ വേടനിൽ ഒരു തീയുണ്ട്, കാലം ആവശ്യപ്പെടുന്ന തീ, നീതി നിഷേധങ്ങൾക്കെതിരെ ആളിപ്പടരുന്ന തീ. കാലം കരുതി വെച്ചതാണത്. എത്ര കെടുത്താൻ ശ്രമിച്ചാലും അതത്ര വേഗം കെട്ടുപോകില്ല. വിവേചനങ്ങളെ വെല്ലുവിളിക്കുന്ന ഉച്ചനീചത്വങ്ങൾക്കെതിരെ പൊരുതി ഉണരുന്ന അടിച്ചമർത്തപ്പെട്ടവൻ്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഒക്കെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശബ്ദമാണത്. ഓർമ്മകളുടെ കൊള്ളിയാൻ വെട്ടിരമ്പുന്ന ആ ശബ്ദം ഇരകളാക്കപ്പെട്ടവരോടുള്ള ഐക്യദാർഢ്യമാണ്. വ്യസനകാലങ്ങളുടെ കരിമ്പിടം അഴിച്ചിട്ട് അരുണകാലത്തിൻ്റെ തീമഴയിൽ നനഞ്ഞ് ഇന്ദ്രനീലത്തിര തീർക്കുന്ന ആ ശബ്ദത്തിന് കൊടുങ്കാറ്റിൻ്റെ കരുത്തും പ്രഹരശേഷിയുമുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിനെ നിശബ്ദമാക്കരുത് ആരും. അയാളുടെ വാക്കുകളിൽ, വരികളിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. മനുഷ്യപക്ഷം നിൽക്കുന്ന കൃത്യമായ രാഷ്ട്രീയം. വിഭജനത്തിൻ്റെ അശ്ലീല ചുവകളെ സ്നേഹത്തിൻ്റെ അമ്ലലായനിയിൽ മുക്കിയെടുത്ത വാക്കുകൾ കൊണ്ട് പുതുചരിത്രം രചിക്കുന്ന അയാൾ, അതായത് വേടൻ, കനിവഴിഞ്ഞ കാലത്തെ കിഴുക്കി ഉണർത്തുന്ന ശരിപക്ഷത്തിൻ്റെ കാവൽക്കാരനാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ലഹരിയുടെ കാര്യത്തിൽ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ, അതങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതും. തെറ്റുതിരുത്താൻ അയാൾക്ക് അവസരം നൽകണമെന്നുള്ളതാണ്. സ്വയം തിരുത്താൻ അയാൾ തയ്യാറാവുകയും വേണം എന്നുകൂടി പറയട്ടെ. മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ട സർഗാത്മകത മൗലികമല്ല എന്ന് അയാൾ തിരിച്ചറിയണം. പ്രതിഭയെ ദൂർത്തടിക്കുന്നവർ സമൂഹത്തിന് ബാധ്യതയാണ് എന്നുകൂടി ഓർത്തുവെക്കണം. ഒരിക്കലും കുനിഞ്ഞു പോകേണ്ട ശിരസല്ല വേടൻ്റേത് എന്നുകൂടി പറയട്ടെ. സംഗീതത്തെ ആയുധമാക്കി യുവതയുടെ നെഞ്ചകത്തിടം നേടിയ പ്രതിഭയാണ് വേടൻ. യുവത്വത്തെ സ്വാധീനിക്കുവാനുള്ള മാന്ത്രിക ശക്തിയുണ്ട് ആ പാട്ടുകൾക്കും ആ സംഗീതത്തിനും. ലഹരി വിരുദ്ധ പ്രചാരണങ്ങൾക്ക് ഇന്ധനമാകാൻ, ഊർജമേകാൻ അത് ഉപയോഗിക്കുക തന്നെ വേണം. തിരുത്തപ്പെടുന്ന അയാൾ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളുടെ മുന്നണി പോരാളിയാകണം. വേടൻ്റെ ശബ്ദത്തിൽ പ്രതീക്ഷാനിർഭരമായ ഒരു കാലം ജ്വലിച്ചു നിൽപ്പുണ്ട് എന്ന് മറക്കരുത്. ഇത്രയും ആരും മറക്കാതിരിക്കുക. ലഹരിക്കാരും അടിമപ്പെടരുതെന്ന് പറയുമ്പോഴും നീതി നിഷേധം ആർക്കും നല്ലതല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.